നമസ്കാരം. ദൗർഭാഗ്യകരമായ ഒരു വിവാദം എന്ന് തന്നെ പറയാം. ഭാരതാംബയുടെ ചിത്രത്തെ ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം BJP നേതാവ് അഡ്വക്കേറ്റ് എസ് സുരേഷ് കൂടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സുരേഷ് ജി, ഈ ഇന്നത്തെ ഈ BJP കേരളം ഫേസ്ബുക്ക് പേജിൽ ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബ, ഇന്നത്തെ പരിപാടിയിൽ കാവ്യ പതാക ഏന്തിയ ഭാരതാംബ, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമാണ് ഇന്നത്തെ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് ഒന്നുകൂടി വ്യക്തമാക്കാം. അല്ല, ഒന്ന്, ഈ രാജ്യത്തിന്റെ കാവ്യ എന്ന് പറയുന്നത് ചിരപുരാതനമായ സനാതന സംസ്കൃതിയുടെ മഹത്തായിട്ടുള്ള ഒരു കൃതിയാണ്. കാവ്യയെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയിലും ഏറ്റവും മുകളിലായി കാവ്യ ത്യാഗത്തിന്റെ, സ്വാംശീകരണത്തിന്റെ, കരുത്തിന്റെ ഒക്കെ പ്രതീകമാണ്. ഈ കാവ്യയുടെ മഹത്തായ പാരമ്പര്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു, ഏകം സത്പുത്ര ബഹുധാവതന്തി, വസുദൈവ കുടുംബകം, ഇതൊക്കെ ലോകത്ത് ഏറ്റവും അമൂർത്തമായിട്ടുള്ള ഇൻക്ലൂസീവ്നെസിന്റെ മുദ്രാവാക്യങ്ങളാണ്. ഇതൊക്കെ എത്രയോ 5000 വർഷത്തിനപ്പുറത്ത് ഈ രാജ്യത്ത് ഉയർന്ന മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യത്തിന്റെ ഒക്കെ പ്രതീകമാണ് ഭഗവദ്ധ്വജം, സ്വാമി നിറഞ്ഞിട്ടുള്ള ഭഗവദ്ധ്വജം. അപ്പൊ ഈ ഭഗവദ്ധ്വജത്തിന്റെ പ്രതീകത്തിൽ ഭാരതാംബ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മാതൃഭൂമിയെ, ഈ രാജ്യം ഇന്ത്യക്കാര് പിതൃഭൂമി എന്നല്ല പറയുന്നത്, ചൈനക്കാര് പിതൃഭൂമിയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃഭൂമിയെ കുറിച്ച് അറിയില്ല, ചൈന എന്ന് പറയുന്ന പിതൃഭൂമിയെ കുറിച്ച് അറിയാവൂ. അതുപോലെ തന്നെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും പിതൃഭൂമിയാണ്, ഇത് മാതൃഭൂമിയാണ്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്നൊക്കെ പറയുന്ന ആ മാതൃഭൂമിയുടെ മഹത്തായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. അപ്പൊ ആ മാതൃഭൂമി എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ഭാരതാംബ ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഇൻക്ലൂസീവ്നെസിന്റെ, സർവരെയും ചേർത്ത് പിടിക്കലിന്റെ ഉദാത്തമായിട്ടുള്ള നിറമായിട്ടുള്ള കാവി ഉടുത്തു നിൽക്കുന്നതാണ് സഹസ്രാബ്ദങ്ങളായിട്ട് ഈ രാജ്യം കണ്ടുവരുന്ന ഒരു ചിത്രം. അത് സ്വാഭാവികമാണ്. അത് നമ്മളുടെ ഈ രാജ്യത്തുള്ള, ഈ രാജ്യത്തെ ആരാധിക്കുന്ന, ഈ രാജ്യത്തിന്റെ സംസ്കൃതി ആരാധിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ പകർന്ന ഒരു ചിത്രമാണ്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ബങ്കിംചന്ദ്ര ചാറ്റർജിയും അതോടൊപ്പം തന്നെ വിവേകാനന്ദ സ്വാമികളും മഹാത്മാഗാന്ധിയും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് പാടുകയും അത് പറയുകയും ഒക്കെ ചെയ്തു. വന്ദേമാതര ഗാനവും ഭാരത് മാതാ കി ജയും ഒക്കെ ഈ വൈകാരിക അനുഭൂതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആവേശദായകമായ വിദ്യുത് പ്രവാഹത്തിന് തുല്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. ഇതൊക്കെ ഈ രാജ്യത്തിന്റെ സംസ്കൃതിയെ സംബന്ധിച്ചും ഈ രാജ്യത്തിന്റെ ഈ വിദേശ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ സംബന്ധിച്ചും അഭിമാനിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു വികാരമാണ്. ആ വികാരം ഒരു വശത്ത് നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ ആ ഭാരതാംബയുടെ മുൻപിലാണ് ഞങ്ങൾ ഇന്ന് പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ, പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ, ആ പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് കലാകാരന്മാർ, അതിനെ ചിത്രീകരിക്കുന്ന ആൾക്കാർ അവരുടെ മാനസികമായിട്ടുള്ള അനുഭവങ്ങളുടെയും അതോടൊപ്പം തന്നെ അവരുടെ സർഗശക്തിയുടെയും ഒക്കെ പ്രതീകങ്ങൾ സൃഷ്ടിക്കും. ആ പ്രതീകങ്ങൾ സൃഷ്ടിക്കുന്നതിൽ എന്താ തെറ്റ്? അവര് സൃഷ്ടിച്ചത് എന്താ? ദേശീയ പതാക. ദേശീയ പതാക എന്ന് പറയുന്നത് ഈ രാജ്യം സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ പ്രതീകമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പ്രതീകമാക്കുന്നത് ദേശീയ പതാകയാണ്. അപ്പൊ ഭാരതാംബ ദേശീയ പതാക വെച്ച് നിൽക്കുന്നത് ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനം അല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല, സന്തോഷം അല്ലാതെ മറ്റൊന്നും നൽകുന്നില്ല. അപ്പൊ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഈ ഇവിടുത്തെ BJP അല്ലെങ്കിൽ ഗവർണർ, രാജ്ഭവൻ ഒരു വലിയ പ്രതീകം രാജ്യത്തിന്റെ മുമ്പിൽ സൃഷ്ടിക്കുകയും ആ പ്രതീകം ദേശീയതയുടെ പ്രതീകമാണെന്ന് സ്ഥാപിക്കുകയും ആ പ്രതീകത്തെ എതിർക്കുന്നവർ ദേശദ്രോഹികളും ജമായത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും INLന്റെയും ശിങ്കിടികള്. ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും അതാണല്ലോ, അവരാണല്ലോ ഈ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ കോമരങ്ങൾ എന്ന് പറയുന്നത്. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷവും VD സതീശൻ നേതൃത്വം നൽകുന്ന വലതുപക്ഷവുമാണ്. മലപ്പുറത്ത് നിലമ്പൂരിൽ നിലമ്പൂർ എന്നാണ് ഞാൻ ഇന്നിവിടെ വരുന്നത്, നിലമ്പൂരിൽ അവർ കാണിച്ചത് അതാണ്. അവിടെ ജമായത്തെ ഇസ്ലാമിയുടെ വോട്ടിന് വേണ്ടി പരക്കം പായുന്ന VD സതീശന്മാരെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ PDPയുടെ കൊടി പിടിച്ചിട്ടാണ് CPMന്റെ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നത്. അപ്പോ ഈ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ കോമരങ്ങളായിട്ടുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ ഈ ദേശീയതയ്ക്കെതിരായിട്ടൊരു നിലപാടെടുത്തിരിക്കുന്നു. ആ നിലപാടിനെതിരെ അതിശക്തമായി ദേശീയതയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒറ്റപ്പെടുത്തലിന്റെ ആക്രമണത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ വേണ്ടി ഇതേ ശക്തികൾ തന്നെയാണ് ഇത് വിവാദമാക്കുന്നത്. ആ വിവാദത്തിൽ ദേശാഭിമാനികളായിട്ടുള്ള, രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാരൊന്നും അകപ്പെടില്ല. അത് അവർക്ക് വളരെ വ്യക്തമാണ്.
ഈ സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് ദേശീയ പതാകയാണ്. ആ ദേശീയ പതാകയെ ഭാരത മാതാവ് പിടിക്കുന്നതും അതും അഭിമാനകരമാണ്. അതേ സമയത്ത് സഹസ്രാബ്ദങ്ങളായിട്ട് നീണ്ട ഭാരതീയ പൈതൃകത്തിന്റെ മുഴുവൻ പ്രതീകമായിട്ട് ഭഗവധ്വജം പിടിച്ച ഭാരതാംബ ഓരോരുത്തരുടെയും ഹൃദയത്തിലും നാഡീ ഞരമ്പുകളിലുമുണ്ട്. അത് അങ്ങനെ തന്നെ അവശേഷിക്കും. അതിന്റെ മുമ്പിലാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി, വന്ദേമാതരം പാടി, ദേശീയഗാനം പാടി, ഇത്രയും ദേശീയ ബോധമുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഈ ഗവർണർക്കെതിരെ സർക്കാർ വലിയൊരു പടയൊരുക്കത്തിലാണ്. രണ്ട് മന്ത്രിമാർ ഇപ്പോൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം SFIയുടെ മാർച്ചിൽ പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് രാജ്ഭവൻ ഗേറ്റ് വരെ പ്രക്ഷോഭകർ എത്തിയിരുന്നു. ആ സമയത്ത് അവിടെ മറ്റൊരു മന്ത്രിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഗവർണർക്കെതിരായ ഈ നീക്കങ്ങളെ BJP വരും ദിവസങ്ങളിൽ പ്രതിരോധിക്കും. ഈ നീക്കങ്ങൾ മുഴുവൻ പാകിസ്ഥാനെയും പാകിസ്ഥാൻ അനുകൂലിക്കുന്ന രാജ്യദ്രോഹികളെയും സുഖിപ്പിക്കാൻ ഇക്കിളിപ്പെടുത്താനുമുള്ള ഒരു പരിപാടി മാത്രമാണ്. ഇവർക്ക് രാജ്യദ്രോഹികളെ ഇക്കിളിപ്പെടുത്തി ജീവിച്ചു പോകുന്ന ഇടതുപക്ഷത്തിന് ഇത്തരത്തിലുള്ള ചില ഈവന്റുകൾ ആവശ്യമാണ്. ആ ഈവന്റുകളാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലപ്പുറം അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി ഭവനിൽ എന്ത് വേണം, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം, ഈ രാജ്യത്തിൽ എങ്ങനെയുള്ള ഭരണം നടത്തണം, ഈ രാജ്യത്തിലെ രാജ്ഭവനുകൾ എങ്ങനെ പ്രവർത്തിക്കണം, അതിനൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള രീതിയുണ്ട്. ആ ഭരണഘടനാപരമായിട്ടുള്ള രീതിയെ ലംഘിക്കാതെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ്സായിട്ട് ഈ രാജ്യത്ത് 11 വർഷമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുണ്ട്. ആ സർക്കാർ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഇതിന്റെ ഒരു രോമത്തെ ചലിപ്പിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഇന്ത്യയിൽ സാധ്യമല്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തീവ്രവാദികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയതിന്റെ ഗതികേടാണ്. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇതവരെ നിർത്തിപ്പൊക്കോളും. അവരിപ്പോൾ പറയുന്നു നിയമപരമായിട്ട് പോകും. ഗവർണർ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്ന പറയുന്നത്. ആദ്യം പഠിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസമുള്ളവനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കാൻ പിണറായി വിജയൻ ആദ്യം പഠിക്കണം. അതിനുശേഷം നിയമസഭയിൽ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്ന നിയമസഭയിൽ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി പെരുമാറേണ്ടത് എന്ന് പിള്ളേരെ പഠിപ്പിക്കാൻ ആദ്യം തയ്യാറാകും. ഇതൊക്കെ പഠിപ്പിച്ചിട്ടും അതോടൊപ്പം തന്നെ ഒരു രാജ്ഭവനിൽ ചെന്ന് അവിടുത്തെ അടിസ്ഥാന പ്രോട്ടോകോൾ എന്താണ് എന്ന് പോലും വശമില്ലാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതൊക്കെ കോതയ്ക്ക് തോന്നിയത് ആ രീതിയിൽ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന നിലയിൽ പുലമ്പി നടക്കുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് കേരളത്തിൽ ആരെങ്കിലും ഗൗരവത്തിലെടുക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. അതിലപ്പുറം ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് ചെയ്യണം, ഈ രാജ്യത്ത് എന്ത് ചെയ്യണം, രാജ്ഭവനിൽ എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ പ്രാപ്തിയുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് ഈ രാജ്യത്തും രാജ്ഭവനിലും ഉണ്ട്. അവരെ ഒന്നും ചെയ്യാൻ ഇടതുപക്ഷത്തിന് ഇനി സാധിക്കില്ല. അപ്പോൾ അതാണ് BJPയുടെ നിലപാട് ഈ വിഷയത്തിൽ. തിരുവനന്തപുരത്ത് നിന്നും തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ RS അബ്രാമിനൊപ്പം കുമാർ സിംഗ്.